ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ .NET ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് റിക്വയർഡ് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിനായിട്ട് വേണ്ടത് ഓഫ് കോഴ്സ് .NET 10 ആണ്. ഓക്കെ, കാരണം നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ .NET 10 നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ ലിങ്കാണ്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് .NET 10 SDK ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആക്ച്വലി ഞാൻ എൻ്റെ മെഷീനിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. കാരണം ഇതൊരു കുറച്ച് സൈസുള്ളൊരു കാര്യമായതുകൊണ്ട് ഡൗൺലോഡിങ് നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ ഒരു ലിങ്ക് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എൻ്റെ EXE ത്രൂ .NET ഇൻസ്റ്റലേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ .NET 10 നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. .NET 10 യൂസ് ചെയ്തുകൊണ്ട് പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ, എനിക്ക് ചില വീഡിയോയുടെ താഴെ വന്ന കമൻസ് ഒരു ആൻസറും കൂടിയായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. .NET 10 .NET Core'ും അല്ലെങ്കിൽ ഇത് ഡെസ്ക്ടോപ്പിനാണോ വെബിനാണോ യൂസ് ചെയ്യുന്നതെന്നൊക്കെ പലരും ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്ക് .NET യൂസ് ചെയ്തുകൊണ്ട് വെബ് ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസോ വേറെ മറ്റു പല കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേഷൻ സമയത്ത് അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ഒരു .NET 10 സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കോഡ് എഡിറ്ററാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഡെവലപ്മെൻറ്റിന് ഒഫീഷ്യലി യൂസ് ചെയ്യുന്ന കോഡ് എഡിറ്റർ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വിഷ്വൽ സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇതിലും ചിലവർക്കൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ സ്റ്റുഡിയോയും വിഷ്വൽ സ്റ്റുഡിയോ കോഡും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ ചിലർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് .NET അല്ലെങ്കിൽ വിൻഡോസിൽ ഉള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കുറച്ച് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു കോഡ് എഡിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ .NET അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒക്കെ നോക്കുവാണെങ്കിൽ ആക്ച്വൽ വിഷ്വൽ സ്റ്റുഡിയോയിൽ തന്നെ ആയിരിക്കും നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഇവിടെ സെക്കൻഡ് കൊടുത്തിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ക്രോസ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇത് .NET മാത്രമല്ല, നമുക്ക് പൈത്തൺ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് ലിനക്സിലൊക്കെ സപ്പോർട്ടഡ് ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഒരു സീരീസിൽ മെയിനായിട്ട് .NET ഒഫീഷ്യൽ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോയിൽ തന്നെയായിരിക്കും ഫർദർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോയിൽ തന്നെ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യാനായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചിരുന്ന മെനൂസും പല ഓപ്ഷൻസൊക്കെ വിഷ്വൽ സ്റ്റുഡിയോയിൽ മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈവൻ ദോ ഇതിൽ നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാമെങ്കിലും ആസ് എ ബിഗിനർ ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് ഈ ഒരു സീരീസ് ഫോളോ ചെയ്ത് പോകുമ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഐഡിയ ആയിരിക്കും നമുക്ക് കൺവീനിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷ്വൽ സ്റ്റുഡിയോയും നമുക്ക് നെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സിസ്റ്റത്തിൽ ഞാനിത് രണ്ടും ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇതാണ് വിഷ്വൽ സ്റ്റുഡിയോയുടെ ഒഫീഷ്യൽ ഒരു പേജ്. അപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഇതിൻ്റെ ഡൗൺലോഡ് EXE വരുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സിസ്റ്റം സെറ്റപ്പ്, ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സിസ്റ്റം സെറ്റപ്പ് കംപ്ലീറ്റഡ് ആണ്. പിന്നെ നമുക്ക് ഡാറ്റാബേസ് പറയുവാണെങ്കിൽ ആക്ച്വലി വിഷ്വൽ സ്റ്റുഡിയോയുടെ അകത്ത് തന്നെ ഒരു ഇൻറ്റേർണൽ SQL സെർവർ വിഷ്വൽ സ്റ്റുഡിയോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ സീരീസ് ഫോളോ ചെയ്യാനായിട്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഓപ്ഷണലി അതായത് എക്സ്റ്റേണലി ഇപ്പോൾ SQL സെർവർ ഡൗൺലോഡ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു SQL സെർവറിൻ്റെ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഡെവലപ്പർ എഡീഷനോ അല്ലെങ്കിൽ എക്സ്പ്രസ് എഡീഷനോ ഇൻസ്റ്റാൾ ചെയ്ത് സെപ്പറേറ്റ് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊരു റിക്വയർമെൻ്റ് അല്ല, പക്ഷേ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വൺസ് ഇത് .NET ഇൻസ്റ്റാൾ ചെയ്ത് വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഷ്വൽ സ്റ്റുഡിയോ നിങ്ങളുടെ സ്റ്റാർട്ട് മെനുവിൽ ഉണ്ടാവുന്നതായിരിക്കും. ഈ വിഷ്വൽ സ്റ്റുഡിയോ
ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു മെനു ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റാർട്ടപ്പ് കഴിഞ്ഞാൽ ബേസിക്കലി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ക്രിയേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ടാവില്ല. കാരണം ഇവിടെ ഓൾറെഡി ഞാൻ 1-2 പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. കാരണം പ്രൊജക്റ്റ് ക്രിയേഷനും അത് പ്രൊജക്റ്റ് റൺ ചെയ്യുന്നതും നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ സീരീസ് പോകുന്നത്. അപ്പം ഒരുപാട് കൺസെപ്റ്റ്സ് നമ്മളൊരു വീഡിയോയിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാനേ നോക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയാൽ നിങ്ങളുടെ പ്രൊജക്റ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതിൽ വരാൻ ചാൻസ് ഉള്ള 1-2 ഇഷ്യൂസ് നിങ്ങൾ ഇൻ കേസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ മേ ബി നിങ്ങളുടെ വിൻഡോസ് ഒക്കെ ഔട്ട്ഡേറ്റഡ് ആണ്, അല്ലെന്തെങ്കിലും പെൻഡിങ് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും മിസ്സിങ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇഷ്യൂസ് ഫേസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ പെൻഡിങ് ആണ്, വിൻഡോസിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. ഇൻ കേസ് ഇത് വർക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ കമൻസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം.